അങ്ങനെ നമ്മുടെ ആദ്യത്തെ സൈറ്റ് എന്ന് പറയുന്നത് അവിടെ ഈ കാണുന്ന കാട്ടുപോത്താണ്. അങ്ങനെ വീണ്ടും ഒരു മൺസൂൺ കാട് കയറ്റമാണ്. ഇന്നത്തെ യാത്ര പുനലൂർ അലിമുക്കും വഴി അച്ചൻകോവിലിനുള്ള യാത്രയിലാണ്. പോകുന്ന വഴിയിൽ കണ്ട ആദ്യത്തെ സൈറ്റ് എന്ന് പറയുന്നത് മയിലാണ്. പോകുന്ന വഴിയിൽ ഇങ്ങനെ ഒരു ബോർഡ് കണ്ട്, യുവർ കില്ലിംഗ് സ്പീഡ് നോട്ട് ഓൺലി കിൽസ് യു. കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ മണ്ണാറപ്പാറ ഫോറസ്റ്റ് സ്റ്റേഷനാണ്. ഈ മഴയുടെ ആംബിയൻസിൽ മനോഹരമാണ്. ഇപ്പോൾ നമ്മൾ തേക്കിൻ കാട്ടിലൂടെയാണ് യാത്ര. കുറേ സ്ഥലങ്ങളിൽ ഒരുപാട് തേക്കുകളുണ്ട്. ഇവിടെയാണ് തടി ഡിപ്പോ. അപ്പോൾ തടി ഡിപ്പോയുടെ അടുത്തൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ ചെമ്പനരുവിയിൽ എത്തുന്നതിന് മുമ്പ് ഒരു ജംഗ്ഷനുണ്ട്, ഒരു ആലക്കമുള്ളൊരു ജംഗ്ഷൻ. ഇവിടെ ഊണ് കഴിക്കാതെ വരുന്നവർക്ക് ഇവിടെ ഊണൊക്കെ കിട്ടും. ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ വനയാത്രയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് 2 വീലറുകാരാണ്. വണ്ടി പഞ്ചറായി കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അതുപോലെ തന്നെ പെട്രോൾ തീർന്നു കഴിഞ്ഞാൽ അതും പെട്ടുപോകും. എന്നാൽ ഒന്നും പേടിക്കേണ്ട, ഈ ഒരു സ്ഥലങ്ങളിൽ ഇതെല്ലാം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. പോകുന്ന വഴിയിൽ പഞ്ചറാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വർക്ക്ഷോപ്പുണ്ട്. ഇവിടെ ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ എപ്പോഴും ഇവിടെ കാണും. ആ ചേട്ടൻ്റെ നമ്പർ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്, ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടെ. കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പം അവിടെ ഇവിടെ ഒരു ജംഗ്ഷനുണ്ട്. ഇവിടെയും ചായക്കടകളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് ചായ കുടിക്കാം. ഇവിടെ ഇപ്പം മിറ്റിലൊക്കെ ഇറക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ റോഡ് പണിക്കാണോ അടുത്ത് വേറെ എന്തെങ്കിലും വർക്കിനുള്ളതാണോ എന്ന് അറിയത്തില്ല. റോഡിൽ മിറ്റിലൊക്കെ ഇറക്കിയിട്ടേക്കുന്ന കാണാം. വീണ്ടും നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ നല്ല ഈ കാണുന്ന ഒരു കടയുണ്ട്. ഇവിടെ ചായ ഉണ്ട്, എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. ഞായറാഴ്ച ദിവസങ്ങളിൽ ബീഫും പഴംപൊരിയും ബീഫും ഒക്കെ കിട്ടുന്ന ഒരു കടയാണ്. ഇന്നിപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. അവിടെ നിന്ന് കുറച്ചുകൂടെ ചെല്ലുമ്പോഴാണ് ചെമ്പനരുവിയിൽ നിന്ന് നമുക്ക് കോന്നിക്ക് പോകുന്ന വഴി വരുന്നത്. നമ്മുടെ KSRTC ബസ് ഓപ്പോസിറ്റ് പോകുന്നു. അദ്ദേഹം ലൈറ്റ് ഇട്ട് കാണിച്ച്. അവിടെ ഈ ഒരു പള്ളി ഉണ്ടല്ലോ, ചെറിയൊരു പള്ളിയാണ്, സെൻറ്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് ചർച്ച്. ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്തിരുന്നപ്പോഴാണ് പെട്ടെന്നൊരു മഴ വന്നത്. ഉടൻ തന്നെ ഞങ്ങൾ ഈ ഒരു പള്ളിയിൽ കയറി ആ മഴ തോരുന്നത് വരെ അവിടെ നിൽക്കേണ്ടി വന്നു. പുറത്ത് നല്ല മഴയാണ്. വനത്തിൽ നല്ല മഴ സീസണാണ്. കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോൾ വഴി രണ്ടായിട്ട് പിരിയുന്നുണ്ട് ഈ ഒരു വളവിൽ. അപ്പോൾ ഇവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ അച്ചൻകോവിൽ മെയിൻ റോഡ്, ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ കാട്ടുവഴി, അത് കോന്നിക്ക് പോകുന്ന വഴിയാണ്. കല്ലേലി വഴി കോന്നിക്ക്.
ഞങ്ങൾ ആ ഒരു റൂട്ട് തിരഞ്ഞെടുത്തു. ഇതുവഴി പലപ്പോഴും നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്, പല വീഡിയോസുകളിലും നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചെറിയ വാഹനങ്ങൾ മാത്രമേ ഇതുവഴി പോകത്തുള്ളൂ. ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വാഹനങ്ങൾ മാത്രം ഇതുവഴി യാത്ര ചെയ്യുക. ഏറ്റവും കൂടുതൽ അനിമൽസ് ഉള്ള ഒരു ഏരിയയാണ്. ആന, കാട്ടുപോത്ത്, കടുവ. ഈ ഒരു കാട്ടുപാതയിൽ അനിമൽസിനെ കാണാനും ഈ കാടിനെ ഇഷ്ടപ്പെടുന്നവരുമാണ് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത്. ഇവരുടെ അടിക്കാടൊക്കെ വെട്ടിയിട്ടിരിക്കുന്നതിനാൽ റോഡ് സൈഡിലൊക്കെ ആന വല്ല നിൽപ്പുണ്ടെങ്കിൽ വല്ല അനിമൽസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ചെമ്പനരുവി കല്ലേലി ഈ ഒരു കാട്ടുപാത ഏകദേശം 18 മുതൽ 20 കിലോമീറ്റർ വരെ നീളമുണ്ട്. കൊല്ലം ജില്ലയും പത്തനംതിട്ട ജില്ലയും കൂടെ ചേർന്ന് കോന്നി വനമേഖലയിലൂടെ കടന്നു പോകുന്ന ഈ വനപാത ചെമ്പനരുവിയെയും കല്ലേലിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. മനോഹരമായ കാട്ടുപാതയായതിനാൽ നിരവധി സഞ്ചാരികളും ഓഫ് റോഡ് യാത്രക്കാരുമാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത്. പോകുന്ന വഴിയിൽ ഉപ്പൻ്റെ അസാധാരണമായ ഒരു കരച്ചിൽ കണ്ടു. കേരളത്തിൽ സർവ്വസാധാരണമായി കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് ഉപ്പൻ. ചിലയിടങ്ങളിൽ ഇതിനെ ചെമ്പൊത്ത് എന്നും അറിയപ്പെടുന്നു. തിളങ്ങുന്ന നീല കലർന്ന കറുപ്പ് നിറത്തിലുള്ള ശരീരവും ചെമ്പ് അല്ലെങ്കിൽ തവിട്ട് നിറത്തിലുള്ള ചിറകുകളുമാണ് ഇതിനുള്ളത്. തെളിഞ്ഞ ചുവന്ന നിറത്തിലുള്ള കണ്ണുകൾ ഉപ്പൻ്റെ പ്രത്യേകതയാണ്. യാത്രയിൽ ഇതുപോലെയുള്ള പല സന്ദർഭങ്ങളും നമ്മൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വാഹനങ്ങൾ മാത്രം ഇതുവഴി യാത്ര ചെയ്യുക എന്ന് പറയുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്ത വാഹനമാണെങ്കിൽ അടി തട്ടും. പിന്നെ ഈ ഭാഗങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ആന ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ്. ഇതൊരു ചപ്പാത്താണ്. ഈ ചപ്പാത്ത് സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആനകൾ ക്രോസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്.
ഒരു വല്ലാത്ത അനുഭവമായിരുന്നു. അതിൻ്റെ സൗണ്ട് ഒന്നും കാണാനേ പറ്റില്ല. മരങ്ങളെല്ലാം കളഞ്ഞു. കുറച്ചുകൂടി മുന്നോട്ട് ചെന്നപ്പോൾ റോഡിലതാ ഒരു പാമ്പാണോ ചേരയാണോ എന്താണെന്ന് അറിയില്ല, ക്രോസ് ചെയ്ത് ഇങ്ങനെ കിടക്കുകയാണ്. ഞങ്ങൾ കുറച്ച് നേരം വാഹനങ്ങൾ നിർത്തി കഴിഞ്ഞപ്പോൾ അത് തിരിച്ചു പോയി. വട്ടയിലിരിക്കുന്നത് കോഴി വേഴാമ്പലാണ്. അപ്പോൾ ഇത് തീറ്റ ഇരുന്നതുകൊണ്ട് ഞങ്ങൾ കുറേ നേരം നോക്കി നിന്നപ്പോഴാണ് തൊട്ടടുത്ത് തന്നെ മരത്തിൽ അതിൻ്റെ കൂടുണ്ട്. അപ്പോൾ അത് തീറ്റ ആ കൂട്ടിൽ കൊണ്ട് കൊടുക്കുകയാണ്. ഈ ഒരു പാലത്തിൻ്റെ അടുത്താണ് രണ്ട് ജില്ലകൾ തീരുന്നത്. പാലത്തിന് അപ്പുറത്തെ സൈഡ് പത്തനംതിട്ട ജില്ലയും ഇപ്പുറത്ത് കാണുന്നത് കൊല്ലം ജില്ലയുമാണ്. മണ്ണാറപ്പാറ ഡിവിഷൻ ഇവിടം വരെ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ആനക്കൂട്ടം വന്ന് ഫുള്ള് നശിപ്പിച്ചിട്ടേക്കുന്ന കാഴ്ചയാണ് നമുക്കിനി കാണാൻ ഉള്ളത്. തൊട്ട് താഴെയായി നിൽക്കുന്ന മയിലും അതിൻ്റെ കുഞ്ഞുങ്ങളും. സുഹൃത്തുക്കളെ, അവിടെ കഴിഞ്ഞ ദിവസം നാണ്ടേ ഈ ഒരു സ്ഥലത്ത് ഫുള്ള് അടിച്ച് തകർത്ത് ഇട്ടിരിക്കുന്ന ആ പിടിയാനെ കാണണം. നാണ്ടേ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വന്ന് ആന മൊത്തം നശിപ്പിച്ചിട്ടേക്കുവാണ്. അതൊക്കെ ഈ ചേട്ടനാണെങ്കിൽ ഇവിടെ എല്ലാം നല്ലൊരു പൂന്തോട്ടമാക്കി വെച്ചിരുന്നതാണ്.
ഈ പൂന്തോട്ടം നോക്കി വെച്ചിരുന്ന ഇതെല്ലാം കൊണ്ട് നശിപ്പിച്ചു. തോടിൻ്റെ രണ്ട് സൈഡിലും ആനയാണ്. സൂപ്പർ. അടി അടി കൊത്ര ഇടിയടാ ഇടിയടാ. രണ്ട് കൊമ്പന്മാർ തമ്മിലുള്ള അടിപൊളി ഫൈറ്റ്. ഇതാണ് നമുക്ക് വേണ്ടുന്നത്. ഇത്രയും നാൾ വന്നിട്ട് ഇതേപോലെ ഒരു സീൻ കിട്ടിയില്ല. ഓ ഓ ഇടിച്ച് തെള്ളിക്കൊണ്ട് വന്നായിരുന്നെങ്കിലും. ഈ വഴി ഇങ്ങനെ വരുന്ന ശബരിമല തീർത്ഥാടകരൊക്കെ വരുന്ന വഴിയാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ നിലവിൽ നേരാലാണ്. ആണെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ ആന ഇപ്പോൾ ഉണ്ട്. ഈ ഒരു പ്രദേശം ഫുൾ ആനയാണ്. നമ്മളിപ്പോൾ ഉള്ള സ്ഥലം കണ്ട്
തോണ്ട ആന. എല്ലാവരും ഒരുമിച്ച് വരാനായിരിക്കും. അവിടെ ഉണ്ടെന്നുണ്ട് കേട്ടോ. വീഡിയോ ഓടി എടുത്തിട്ടില്ല. അച്ചൻകോവിൽ കോന്നി റൂട്ടിൽ മണ്ണാറപ്പാറ ഫോറസ്റ്റ് സ്റ്റേഷനാണിത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ദാണ്ട് ഇവിടെ മൊത്തം ആനയാണ്. ദാണ്ട് ഈ കാണുന്ന ഇതിനകത്ത് മൊത്തം ആനയാണ്. ദാണ്ട് അവിടെ നോക്കി ഇവിടെ ആനയിപ്പോൾ ഉണ്ട്. ഈ തോടിന് അപ്പുറത്തെ സൈഡാണ്, അവിടെ ആനയിപ്പോൾ ഉണ്ട്. എന്നാൽ അത് കഴിഞ്ഞ് തോടിന് ഇപ്പുറത്തെ സൈഡിൽ ഇട്ട് നമ്മൾ പെയ്യെ വരുമ്പോഴുണ്ട് ഇവിടെ ആനയിപ്പോൾ ഉണ്ട്. ഇവിടെ ഒരു കൂട്ടം ആനയിപ്പോൾ ഉണ്ട്. ഈ ആനയുടെ മല്ലയുദ്ധം കാണാം, 2 കൊമ്പന്മാർ തമ്മിലുള്ള മല്ലയുദ്ധം. അതും കൂടെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാം. അടിപൊളി കാഴ്ചയാണ്. അപ്പോൾ ഈ ഏരിയയിൽ ഫുള്ള് ആന വിരഹിക്കുകയാണ്. നമുക്ക് ഏറ്റവും ആനയില്ലേ വീട്ടിലൊരാനയാണല്ലോ. നമ്മളിവിടെ നിൽക്കുന്നത് കണ്ടെന്നു കേട്ടോ. ആ, നമ്മൾ കണ്ട് ഇങ്ങോട്ട് പറയുമ്പോൾ ഇവിടെ തോടുണ്ട്. ആ തോടിന് അക്കരെ സൈഡിൽ നിൽക്കുന്നത്. ഇവിടെ 1, 2, 3, 4 എണ്ണം അവിടെ ഉണ്ട്. കള്ളമക്കളും പോകുന്ന വലിയൊരാന. ഓ, എവണ്ണൊരാന നോക്ക് ഉണ്ടോ. ഇതിൻ്റെ കൂട്ടത്തിലുള്ള 2 കൊമ്പന്മാരാണ് ഇടി ഓടിയത്. ഇപ്പോൾ തോടിന് അക്കരയും തോടിന് ഇക്കരയും ആനയാണ്. ഇപ്പോൾ മനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ അത് കാട്ടിലേക്ക് കയറിപ്പോയി. അതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡിലോട്ട് നിൽക്കുന്ന ആന ഉണ്ട്. അവിടെ 4 ആനയൊക്കെ ഉണ്ട്. പിന്നെ ഇടയ്ക്ക് കൂടെ തോടാണ്. കണ്ട് ഈ തോടാണ്. ഈ തോട് ഒഴുകി പോകുന്നതിൻ്റെ അങ്ങേ കരയിൽ നിൽക്കുന്ന ആനയാണത്. അത് പൊടിക്കുന്നുണ്ടോ? ഈ ആനക്കൂട്ടത്തിൽ പൊടി കുഞ്ഞാണ് കേട്ടോ. ഈ കുഞ്ഞാണ്. ഇപ്പുറത്തെ ആണ്ട് നമ്മുടെ ഇപ്പോൾ നിൽക്കുന്നത് മണ്ണാറപ്പാറ. മണ്ണാറപ്പാറ. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ നമുക്ക് കണ്ട സൈറ്റിങ്ങുകളാണിത്. ഇഷ്ടം പോലെ ആനകളാണ് കണ്ടത്, ഒരുപാട് ആനകൾ. അപ്പോൾ നമ്മളുള്ളത് മണ്ണാറപ്പാറ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നല്ല മഴ വരുന്നു, ഞങ്ങൾ പോവുകയാണ്. ഓക്കെ.